നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, അങ്ങനെ നാളെ നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമാപനമാണ്. എല്ലാവരും നേരത്തെ ചെന്ന് കുട്ടികളൊന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ ലീഡറായിരുന്ന മുഹസിന ഗിദ്വായി മഹദി അന്തരിച്ചു. അതിന് ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം തന്നെ പടച്ചവന് ആ മഹദി എല്ലാ തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനൊപ്പം ഞങ്ങളെയും പ്രവേശിക്കുമെന്ന് അപേക്ഷിക്കാം. ഈ അവനവൻ്റെ അവല് നമ്മൾ ഭക്ഷ്യദാനം അവനൊരു മടിയിൽ തന്നെ വേണമെന്ന് എൻ്റെ അമ്മായിയമ്മ വലിയ വിദ്യാഭ്യാസമുള്ള സ്ത്രീ, പാകം കാർഷിക സ്ത്രീയാണ്, പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഈ ഗൾഫ് കൺട്രീസ് എല്ലാ നിലക്കും വെൽറ്റുള്ളൂ, സമ്പന്നരാണ് ആളുകൾ. എന്തേ ഇത്രയും കാലമായിട്ട് കളിത്തൂക്കൂലുണ്ടാക്കിയില്ല? ഞാൻ പറഞ്ഞല്ലോ, അവർ അമേരിക്കയും ബ്രിട്ടനെയും അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ആശ്രയിച്ച് കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? അത്യാവശ്യം മല്ലനും മാധവനും പറഞ്ഞ പോലെ അത്യാവശ്യം മല്ലൻ പോയതുപോലെ ഇപ്പോൾ അവരിൽ ഇട്ടുപോയില്ലേ? നിങ്ങൾ വേണി നോക്കിയത് അറബി നാടിൽ നിന്നൊക്കെ ചില സമ്പത്തൊക്കെ പിരിവൊക്കെ കിട്ടുന്ന ചില നേതാക്കൾ ഇവിടെ പറയുന്നുണ്ട് ഇറാൻ അങ്ങനെ ചെയ്ത് തെറ്റാണ്, അങ്ങനെയൊക്കെയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കുന്നില്ലേ, ഏറ്റവും ഉദാഹരണം വാക്സിനേഷൻ എടുക്കുന്നില്ലേ, ആ വാക്സിൻ എടുക്കുന്ന ആ രോഗത്തിൻ്റെ ശക്തി കുറഞ്ഞ രൂപം നമുക്ക് ചെറുത്താണ്. ഇപ്പോൾ വസൂരിക്കാണെങ്കിലും പാമ്പ് വിഷമാണെങ്കിലും എന്തിനാണെങ്കിലും വാക്സിനേഷൻ എന്ന് പറയുന്നത് ആ രോഗാണുക്കളുടെ ശക്തി കുറഞ്ഞ ഡോസ് നമുക്ക് ഏറ്റാണ്. അതുപോലെ ശക്തി കുറഞ്ഞ ഡോസാണ് ഇറാൻ, മറ്റൊരു ശക്തി കൂടിയ ഡോസാണ്. അതാണ് നമ്മൾ ഇറാന് ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല ഇറാൻ നല്ലതായിട്ടോ അല്ലെങ്കിൽ ലോകത്ത് ഇറാനാണ് ഏറ്റവും നല്ലതെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. വ്യത്യാസം പലതുമുണ്ട്. പക്ഷേ ഒരു ഡോസ് കൊടുക്കുന്ന വാക്സിനേഷൻ കൊടുക്കുന്ന മെറ്റീരിയൽ എന്ന നിലയിൽ നമ്മൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു, മറിച്ച് രോഗാണു എന്ന നിലയിൽ അമേരിക്ക ഇസ്രായേലിനൊക്കെ എതിർക്കുന്നു. അതാണ് കാര്യം. കാരണം നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിനോട് യുദ്ധം, ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, അമ്മാൻ ഒക്കെ ചേർന്ന് 6-7 രാഷ്ട്രങ്ങൾ യുദ്ധം തുടങ്ങി. ഏതാനും മണിക്കൂറിന് വേണ്ടി തകർത്ത് കൈ കൊടുത്തില്ല ഈ ഇസ്രായേൽ. അന്ന് അൻവർ സാദത്ത് പറഞ്ഞ കാര്യമുണ്ട്. അൻവർ സാദത്തല്ല, നമ്മുടെ നാസർ ഈജിപ്തിലെ, ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ഇസ്രായേലുമാണെങ്കിൽ ഞങ്ങൾ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ അമേരിക്കയോട് യുദ്ധം ചെയ്യാൻ തയ്യാറില്ല, സാധ്യതയില്ല, നല്ല ശക്തിയില്ല എന്ന് പറഞ്ഞാണ് പുള്ളി ഡേവിഡ് കരാർ ഒപ്പിട്ടൊക്കെ. അതേ സ്ഥാനത്ത് ഇന്ന് ഇസ്രായേലും അമേരിക്കയും അതുപോലെ ആ ലോബിക്ക് അനുകൂലമായുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും രഹസ്യമായിട്ട് പരസ്യം പിന്തുണയുണ്ടായിട്ട് അവരെല്ലാം കൂടി അന്ന് ഇസ്രായേലിനെതിരെ എല്ലാ അറബി രാജ്യങ്ങളും ചേർന്ന് യുദ്ധം ചെയ്തെങ്കിൽ ഇന്ന് ഇറാനെതിരെ എല്ലാം ചേർന്ന് യുദ്ധം ചെയ്തിട്ട് 40 ദിവസമായി, 39 ദിവസം ആയിട്ടും അവർ പിടിച്ചു നിന്നു. അപ്പം അതിനർത്ഥം, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ചെറിയ കൊച്ചു ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. ഇന്ന് ഈ പിന്നെ കൗമുദി ചാനൽ നടത്തുന്ന അലിയൻസ് ഉണ്ട്. അതിൽ കഴിഞ്ഞ ദിവസമേ ഈദ് മുബാറക്കിനെ കുറിച്ചുള്ള ഒരു അരമണിക്കൂർ ചർച്ച പരിപാടിയിലും ഉണ്ടായി. നല്ല ഉഗ്രം പരിപാടിയായിരുന്നു. അത് എൻ്റെ ചുരുക്കാണ്, ഒരു ദിവസം പോലും നിങ്ങൾക്ക് പകല് പട്ടിണി ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കൊച്ചു കുട്ടികൾ വരെയും എങ്ങനെ ഒരു മാസം വരെ നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലിൽ ഇറാൻ്റെ ആക്രമണം പറഞ്ഞിട്ട് 2 ആഴ്ച പോലും ആയില്ല, അപ്പോഴേക്കും നിലവിളി കൊടുക്കുകയും ഞങ്ങൾ സഹായിക്കുക നിങ്ങൾ നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ കടലെടുക്കുക അടിച്ചിട്ടപ്പോഴും ലോകരാജ്യങ്ങൾ നിലവിളി കൊടുക്കി. അങ്ങനെയെങ്കിൽ 40 വർഷം ഇറാനെ ഈ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾ ബോയ്ക്കൂട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് മാറ്റി നിർത്താനില്ലെന്നോ? അപ്പോൾ ഇതാ പണ്ട് രാജാവിൻ്റെ ഒരു 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 ദളിത് സ്ത്രീയുടെ കുഞ്ഞ് മരിച്ചപ്പോൾ രാജാവിനോട് പരാതി പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, സാരമില്ല, മരണം സ്വാഭാവികമാണെന്ന്. അത് കുറച്ച് കഴിയുമ്പോൾ
രാജാവിന് മനം വെച്ചു. അപ്പോൾ രാജാവ് ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, അതെന്താ രാജാവ് അങ്ങനെ പറഞ്ഞു? എടി അത് ഞാൻ കുഞ്ഞ്, ഇത് എൻ കുഞ്ഞിനെ പറ്റുമ്പോൾ അല്പം ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്. ഇത് എല്ലാവർക്കും ജീവിതം തുല്യമാണെന്ന്, ജീവന് ഒരേ വിലയാണ്. പറഞ്ഞു വരുന്നത്, ഇനിയെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. എൻ്റെ ആദ്യ വിദ്യാഭ്യാസമില്ലാത്ത ഒരു കുടുംബിനിയായ കർഷക സ്ത്രീയായ അമ്മായിയമ്മ പറഞ്ഞത്, അവനവൻ്റെ അവൻ്റെ മടിയിൽ മടി എന്ന് നമുക്ക് മനസ്സിലായില്ല, മുണ്ടെടുക്കുക ഒരു ഇതുണ്ടല്ലോ, മടിയിൽ കിടക്കണം എന്ന് പറഞ്ഞ പോലെ ഗൾഫ് നാടുകളെ മണ്ട ശിരോമണികളെ ഇനിയെങ്കിലും നിങ്ങൾ സുഖലോലുത മാറ്റിവെച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും. അമേരിക്കയും ഇസ്രായേലിനെ ആശ്രയിക്കില്ലേ? ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ ആശ്രയിക്കാൻ പോകുന്ന കേൾക്കുന്നത്, അത് മണ്ടത്തിലാണ്. നിങ്ങൾ കൂടുതൽ ആശ്രയിച്ച് വന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ? അതിൻ്റെ പാർശ്വഫലം ജനാധിപത്യം വരും. ഇവിടെ മുല്ലപ്പൂ വിപ്ലവം വരും, പല പരിഷ്കാരം വരും. കൂടുതൽ അമിതമായ ബുദ്ധി നിങ്ങൾ കാണിച്ചാൽ ഇസ്രായേലും അമേരിക്കയും കയ്യിലെടുത്തോണ്ട് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ ബുദ്ധി കാണിച്ചാൽ ഇറാൻ അവർ അത്ര നല്ലവരാന്നും പറയുന്നില്ല, അവർ കരകൾ നീക്കിയാലേ നിങ്ങളുടെ രാജ്യം ആക്രമിക്കും, അവിടെ ജനാധിപത്യം വരും. അതുകൊണ്ട് കൂടുതൽ അഭ്യാസം കാണിക്കാതെ പോയതുപോലെ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി മുന്നോട്ട് പോകും. അമേരിക്കയും അതുപോലെ പാശ്ചാത്യ ശക്തികൾ മാറ്റി നിർത്തും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ഇറാന് മാത്രം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ റഷ്യയുടെയും ചൈനേൻ്റെ പിടിക്കുക. അതിപ്പോൾ എല്ലാം തികഞ്ഞുകൊണ്ടല്ല, അമേരിക്ക എത്ര കുഴപ്പം ചെയ്യില്ല. ലോകത്തുള്ള സർവ്വ പ്രശ്നങ്ങൾക്ക് കാരണം അമേരിക്ക. കേരളത്തിൽ വരും എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും, മറുവശത്ത് RSS ആയിരിക്കും. RSS കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, പരസ്പരം വരുമ്പോഴും അതുപോലെയാണ്. എവിടെയെല്ലാം ലോകത്ത് കുഴപ്പമുണ്ട് അവിടെയെല്ലാം അമേരിക്ക. എന്നാൽ ലിറ്റിൽ പോയി എന്ന് പറഞ്ഞാൽ ബോംബിട്ടില്ലേ, എവിടെ കൊണ്ട് വല്ല കാരണമുണ്ടോ? ഇപ്പൊ ഈ മണ്ടന്റെ കയ്യിൽ ഇരിക്കുന്ന സ്വിച്ചിൽ ഓൺ അറിയാതെ ഓൺ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചാണ്. ഇപ്പൊ ഏതായാലും അത് അവിടുത്തെ രാഷ്ട്രീയ തലവന്മാർക്കും നേതാക്കൾക്കും മനഃശാസ്ത്രജ്ഞർക്കും മനസ്സിലായിട്ടുണ്ട്. അവരതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ അതാണ് കാര്യം. ഗൾഫുകാർ ചെയ്യാണെന്നുള്ളത്, നിങ്ങൾ അമിത അഭ്യാസം കാണിച്ചാൽ, ഇറാൻ ഒന്ന് കൈവച്ചാൽ നിങ്ങളുടെ രാജ്യം നശിപ്പിക്കും, അവിടെ ജനാധിപത്യം വരും. കൂടുതൽ അതുകൊണ്ട് വേഷക്കെട്ട് എടുക്കണ്ട. നിങ്ങൾക്ക് സമ്പന്നതയിൽ സുഖലൂലിൽ കഴിയാണ്. ഇത്ര വർഷമായി, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് 45 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 45, 55, 75, 80, 80 വർഷമായിട്ടും എടോ നിങ്ങളൊരു കളിത്തോക്കോലും ഉണ്ടാക്കിയോ? മറ്റു രാജ്യങ്ങൾ കോടിക്കണക്കിന് മുടക്കി ആയുധങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ ബോംബൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴേ, ബോംബ് ഉണ്ടാക്കാൻ നമ്മൾ പറയുന്നില്ല, പക്ഷെ സ്വന്തം കാലികൾക്ക് സ്വയം പര്യാപ്തത, സെൽഫ് റിലയൻസ്. ഇപ്പോൾ നിങ്ങൾ അമേരിക്ക ആശ്രയിക്കല്ലേ? ഇറാനിൽ നിന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ അത് എതിർക്കാൻ നിങ്ങളിലല്ല, അമേരിക്കയുടെ മിസൈലുകളാണ്. എത്ര നാൾ നടക്കുവിന്? അതൊക്കെയാണ് അപകടമാണത്. ഇനിയെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആ രാജ്യഭരണമൊക്കെ മാറിട്ടെന്നേ, ജനാധിപത്യപരം വരട്ടെന്നേ. ഈ ആധിപത്യം ഈ രാജ്യഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കുമല്ല. നമ്മുടെ മല്ലിക സുകുമാരൻ പൃഥ്വിരാജിൻ്റെയൊക്കെ അമ്മയാണ്. നമ്മൾ രാജഭക്തി കുഴപ്പമൊന്നും പറയില്ല, രാജഭക്തിയൊക്കെ ആകാം. അവൻ വ്യക്തിപരമായിട്ട് ഒരാൾ രാജാവിന് ഭക്തി കാണിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ചില നിരീശ്വരവാദികളുണ്ട്, ഈശ്വരനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടാത്തുണ്ട്, അതൊക്കെ ഒരു അവകാശമാണ്. പക്ഷേ നിങ്ങൾ കോമൺ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ രാജഭക്തി അധികം കാണിക്കരുത്. അധികം കാണിച്ചാൽ നിങ്ങൾക്ക് ഗുണദോഷി ചെയ്യും. ഇപ്പോൾ ഒരു നിയമവശപ്പെടുന്ന തുല്യതയാണ്. 148 എൻ്റെ ഓർമ്മ ഭരണഘടനയിൽ തുല്യത. ഒരാൾക്ക് പ്രത്യേകമില്ല, രാജാവിന് പ്രത്യേക പതിവൊന്നും ഇന്ത്യയിലില്ല. അപ്പോൾ മല്ലിക സുകുമാരൻ ചേച്ചിയൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു. ഇപ്പം മകൻ വളർന്നു, നല്ല സാമ്പത്തിക ശേഷി, എല്ലാം സൗകര്യമാണ്. പക്ഷെ നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞുള്ള കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥാനത്ത് കൊണ്ട് സാമാന്യ നിലയിൽ നിങ്ങൾ പബ്ലിക് വന്നിട്ട് തമ്പുരാട്ടി പുകഴ്ത്തി പറയും, തമ്പുരാട്ടിക്ക് ഞാൻ കയറുള്ളൂ എന്നുള്ള വിധേയത്വം പറയണ്ട. തമ്പുരാനൊക്കെ പ്രത്യേക ഇതൊന്നുമില്ല. BJPക്ക് അവരോട് ചായ്വുണ്ട്, രാജഭരണത്തോടൊക്കെ ചായ്വുണ്ട്. കാരണം ജനാധിപത്യം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജനാധിപത്യത്തിൽ പിന്നെ രാജാധിപത്യമാണല്ലോ, വേറെ എന്താ പ്രഭുത്വം ഇന്ത്യയിലില്ലല്ലോ, അതൊക്കെ മറ്റ് യൂറോപ്യൻ കൺട്രി. അപ്പോൾ അത് വേണ്ടെന്ന് ആമുഖപ്പാണ്. അപ്പോൾ രാജ്യഭരണം മാറി ജനാധിപത്യ ഭരണം വരട്ടെ. ഇന്ത്യയിലും പാകിസ്ഥാനിലും മറ്റു രാജ്യങ്ങളിലുള്ള ഗൾഫ് നാടുകളിലും ജനാധിപത്യം വരട്ടെ, ജനാധിപത്യ ഭരണം വരട്ടെ. അവിടെ മുല്ലപ്പൂ ഇപ്പോഴും നടക്കട്ടെ. എന്താ കുഴപ്പം? അത് പറ്റിയ സന്ദർഭമാണത്. ഈ സുഖലോലുപരായ ഈ ഗൾഫിൽ ഇന്നത്തെ ഈ തമ്പുരാക്കന്മാരൊക്കെ ഉള്ളു പാഠം പഠിപ്പിക്കണം, മാറണം. അവർ ആവശ്യമില്ലാതെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത്, അമേരിക്കയെ വാക്ക് കൊടുത്ത്, അമേരിക്കയെ സഹായിച്ച്
അടികൊള്ള കാര്യമുണ്ടോ? ഇത്രയും കാലമായിട്ട് ഇറാൻ എന്തെങ്കിലും നിങ്ങളുടെ ആക്രമിച്ചിട്ടുണ്ടോ ഗൾഫുകാരെ? ഏതെങ്കിലും കാരണം പറഞ്ഞ് എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സം തന്നിട്ടുണ്ടോ? ഇപ്പം അവർക്ക് നിൽക്കലില്ല. നിങ്ങളുടെ പിന്നെ പ്രൊമസിസിൽ നിന്ന്, നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് അവർക്ക് അക്രമം വരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അല്ലേ? നമ്മളിപ്പോൾ ഏറ്റവും വില കൽപ്പിക്കുന്നത് നമ്മുടെ ജീവനാണ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ മകൻ്റെ ജീവനാണ് നമ്മുടെ ചില അമ്മമാർക്കൊക്കെ. പക്ഷേ എൻ്റെ ജീവൻ പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ നമ്മൾക്കറിയാം, അങ്ങനെ ചരിത്രമുണ്ട്. അതുപോലെയാണ് അവർക്ക് നിൽക്കില്ല വരുമ്പോൾ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളെല്ലാം അമേരിക്ക എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യട്ടെ. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, പിന്നെ അമേരിക്കയുടെ പ്രചരണമൊക്കെ പറയുന്നത് 35,000 കോടി മുടക്കി ഒരു പട്ടാളക്കാരനെ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി പറഞ്ഞാൽ അതൊന്നും അല്ല എന്നാണ് ഇപ്പോൾ പുതിയ അവർ ശരിയാക്കിയിരിക്കുന്ന യുറേനിയം കാട്ടെടുക്കാൻ വേണ്ടി ആ കെയർ ഓഫിൽ വന്നാണ് ഈ 35,000 കോടി മുടക്കിയതൊക്കെ. അല്ല ഒരു പട്ടാളക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയില്ല. അതിൽ വിജയിച്ചതിൽ മാത്രമല്ല, അവർ വന്ന പല വിമാനങ്ങളും അവിടെ അടിച്ച് താഴ്ത്തിയിടുകയും ചെയ്തു, തകർത്തിട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും സമ്പന്നമായ ഒരു രാജ്യത്തോട് കേവലം ഒരു ചെറിയ രാജ്യം പിടിച്ചെങ്കിൽ അവർ മുസ്ലിം പറയും ഈമാൻ എന്ന് പറയും, വിശ്വാസം പറയും. നമ്മൾ പറയാൻ അവർ ആത്മാഭിമാനത്തിൻ്റെ, രാജ്യസ്നേഹത്തിൻ്റെ, രാജഭക്തിയുടെ ഒക്കെ പരിണിത ഫലമാണ്. കാരണം അവർ രാജ്യത്തെ സ്നേഹിക്കുന്നത്. നെത്തിന്യാവ് ഒളിവിൽ പോയി, മടയിൽ പോയി, രാജ്യം വിട്ടുപോയി, 10-12 മണിക്കൂർ ആകാശ വിമാനത്തിൽ കിടന്ന് കറങ്ങി. അവർ അത്ര ജീവൻ പേടിയാണ്. ഇതെല്ലാം ജീവൻ പോയിക്കോട്ടെ എന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങിയത്, ജീവനെ വിലകൽപ്പിക്കാതെ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസം. ഇതിനിടയിൽ ഈ ഹുസൈൻ സലഫി പോലെയുള്ള ചില ആൾക്കാർ അവർക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ ഇടപെടുന്നുണ്ട്. ആവശ്യമില്ലാത്ത മതത്തിൽ നിന്നുകൊണ്ട് ഇടപെടാൻ പറ്റാത്ത പല മേഖലകളിലും ഇന്ത്യയിൽ തന്നെ ഇവിടെ കേസുണ്ട്. അതൊക്കെ നമ്മളത് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ അവർ ഇറാനെ എതിർക്കുന്നുണ്ട്, ഇസ്രായേലിനെ അനുകൂലിക്കുന്നുണ്ട്, അമേരിക്ക അനുകൂലിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട സെൽഫി. ഞാൻ പറഞ്ഞല്ലോ, ഇറാൻ എല്ലാം തെളിഞ്ഞുകൊണ്ടല്ല നമ്മൾ ഇറാനെ അനുകൂലിക്കുന്നത്. നമുക്ക് അനുകൂലിക്കുന്നത് നമ്മുടെ മാതൃരാജ്യം ഇന്ത്യ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിലും അമേരിക്കയെതിരെ പൊരുതുന്ന ഒരു ശക്തി എന്ന നിലയിൽ, ഒരു നിസ്സഹായരായ ശക്തി എന്ന നിലയിലാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ അവരെല്ലാം തെളിഞ്ഞോ മതപരമായിട്ടാണെങ്കിൽ വിശ്വാസപരമായിട്ട് വ്യത്യാസമൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ബാധകമല്ല. ഇവിടുന്ന് നിലനിൽപ്പാണ്. അന്യായമായിട്ടാണ് അമേരിക്ക ഇസ്രായേൽ കൂടി വഞ്ചന കാണിക്കരുത്. അതായത് ഒരു നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കാതെ തീരുമാനമാകുന്നത് കണ്ടപ്പോൾ തലേന്ന് അടിച്ച് നശിപ്പിച്ചില്ലേ, കുഞ്ഞുമക്കൾ ഉൾപ്പെടെ. അതിനാണ് നമ്മൾ അങ്ങനെ ശക്തി വന്നതുകൊണ്ട് നമ്മളത് ഇറാൻ അനുഭവം നിൽക്കുന്നില്ല. ഇറാനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല, അതൊന്നും എല്ലാം ശരിയാതുമില്ല. അതങ്ങനെ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത് നമ്മളത് ഒരുപിടി കാര്യങ്ങൾ പറയാനില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല, സമയമില്ല. കാരണം 2 കാര്യത്തിലാണ് 1980 ഇറാനിൽ അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെച്ച് അത് രക്ഷപ്പെടുത്താമെന്ന് തോറ്റുപോയതും ഇപ്പോൾ രണ്ടാമത് ഒക്കെ ചെയ്താണ്. അതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങൾ മറ്റും നിങ്ങൾക്കറിയാം. നമ്മൾ വീണ്ടും ഇന്ത്യയിലേക്ക് നാളത്തെ ഇലക്ഷനിലേക്ക് വരികയാണ്. ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞേ, പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തീയ മേധാവിത്വമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ ഇതിൽ? അങ്ങനെ ചെയ്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ക്രിസ്തീയ മേധാവിത്വമുള്ള പാർട്ടികളൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാം 99.9% മുസ്ലിം വോട്ടർമാർ കോൺഗ്രസ് വോട്ട് ചെയ്തത്. അവിടെ ക്രിസ്ത്യാനികളുടെ വലിയ കാണിച്ചോ? പക്ഷേ ഈ 20% തന്നെ മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്ത് ഭരിക്കാൻ പറ്റില്ലല്ലോ. ഭരിക്കാൻ പറ്റില്ല, ബാക്കിയുള്ള കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ ക്രിസ്തീയ മേധാവിത്വം വന്നാൽ നടക്കില്ലെന്നാ പറഞ്ഞാൽ, അല്ലാതെ ക്രിസ്ത്യാനിയോട് എതിർപ്പോ ഒന്നുമില്ല. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം സൂചിപ്പിക്കുന്നു. നമ്മുടെ മാത്യു സാമുവൽ, മനുഷ്യ അഭിപ്രായങ്ങൾ മാറുന്നത് എത്ര പെട്ടെന്ന് നോക്കി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്യു സാമുവൽ പറഞ്ഞ് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും യോജിച്ച് മുസ്ലിങ്ങളെ എന്താണ് എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ആൻഡ് ഫിസിക്കലി തകർത്ത് തരിപ്പണക്കാളെന്ന് പറഞ്ഞ് ആവേശം കൊണ്ട് പറഞ്ഞു. മാത്യു സാമുവൽ ഇന്ന് പറയാണ് മുസ്ലിങ്ങളെ കുറിച്ച് എത്ര പൊക്കി പറഞ്ഞു. കാരണം എന്താണ്, അടി കൊണ്ടപ്പോൾ മണിപ്പൂർ മൂലം തുടങ്ങി ക്രിസ്ത്യൻ പള്ളികൾക്കൊക്കെ അക്രമം തുടങ്ങിയപ്പോൾ അവർ കാര്യം മനസ്സിലായി. മാത്യു സാമുവൽ പോലുള്ള ക്രിസ്ത്യൻ സമുദായ നേതാക്കൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2% ഇന്ത്യയിൽ നിങ്ങൾക്കറിയാമല്ലോ. ആ 2% ഇവിടെ സംഘ് പരിവാരം മൂക്കിൽ വലിക്കാനില്ല.
അത്ര സിമ്പിളാണ് നിങ്ങളെ ഒതുക്കാൻ. പക്ഷെ അതിന് തടസ്സിച്ചാൽ 20% കിടന്ന് ഈ കാക്കാന്മാരുണ്ട്, മുസ്ലിം സമുദായമുണ്ട്. അവരെങ്ങനെ പ്രതികരിക്കുന്നത് അറിയില്ല. അതുകൊണ്ടാണ് ഒന്ന് ഒതുക്കി ടെസ്റ്റ് ഡോസ് നടന്നത്. ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരെയും എതിർക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ ഇന്ത്യയിൽ എതിർത്താൽ മുസ്ലിങ്ങൾ ഉള്ളെടുത്ത് അവർ വേണ്ട സഹായം ചെയ്ത് കൊടുക്കണം, സംരക്ഷണം കൊടുക്കല്ല. അവർക്ക് ഇവിടെ നിന്ന് എതിർക്കാനില്ല, സംരക്ഷണം കൊടുക്കുക പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും കൊണ്ട് മാറിയില്ല. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഈ സംഘപരിവാറിൻ്റെ വാക്ക് കേട്ട്, ക്രിസ്ത്യൻ്റെ വാക്ക് കേട്ട്, കാശയുടെ വാക്ക് കേട്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ മണ്ടത്തരം കാണിക്കില്ലേ? ഇപ്പം തിരിച്ചൊന്നു തുടങ്ങി. ഈ സഭയും അച്ഛനും ഒക്കെ നിൽക്കില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച്, എന്തുകൊണ്ടാണ് ഒക്കെ സ്വത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടത് അനുകൂലമായിട്ട്? നിങ്ങളായിട്ട് വല്ല ബന്ധമുണ്ടോ? അതെല്ലാം അപകടമല്ലേ? പിന്നെ 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 ഇത് പറഞ്ഞില്ലേ നിങ്ങൾ, ലവ് ജിഹാദ് പറഞ്ഞ് എന്ന് കാനം കാണിക്കേണ്ടോ? അങ്ങനെ ഇല്ലെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കേന്ദ്ര ഗവൺമെൻറ് മെസ്സേജ് വന്ന്. പിന്നെയും PC ജോർജൊക്കെ പറഞ്ഞു നടന്നല്ലേ? അതൊക്കെ നിങ്ങൾ നന്നാക്കാനല്ല. നിങ്ങൾക്ക് ക്രിസ്ത്യൻ സമുദായവും മുസ്ലിങ്ങളും ഇന്ത്യയിൽ ഒരേ തൂവൽ പക്ഷികളാണ്. രണ്ടും തുല്യ ദുഃഖിതരാണ്, തുല്യ നിസ്സഹായരാണ്. അപ്പം ചോദിച്ചു നിൽക്കണ്ടേ? അതിലെന്ത് ശരി? തന്നെയുമല്ല, കഴിഞ്ഞൊരു 1000 വർഷത്തെ ചരിത്രം എടുത്താൽ പോട്ടെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ 47 ശേഷം ചരിത്രം, അത് 100 വർഷം 100 എടുത്താൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ക്രിസ്തീയ സമുദായവും സഭയും മുസ്ലിങ്ങളും നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായ ചില ഒക്കെ ചെക്ക്, അതിപ്പോൾ ഏത് വീട്ടിലുണ്ടെങ്കിൽ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾ തമ്മിൽ തല്ലുണ്ടാകില്ലേ? അതല്ല, അതിൽ കവിഞ്ഞ് ഒരു സംഘടിതമായ രീതിയിൽ സഭയോ സഭയുടെ ആൾക്കാരോ ക്രിസ്ത്യൻ സമുദായത്തോ മുസ്ലിം സമുദായം നാളിതുവരെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒന്നും എതിർത്തിട്ടില്ല. മാത്രമല്ല കഴിയുന്ന സഹായിച്ചിട്ടുള്ളൂ. മറിച്ച് സഭയിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് ഒരു വാക്കുകൊണ്ട് പോലും ഒരു സഹായം കിട്ടുന്നില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് കണക്കുണ്ട്, നമ്മളതൊന്നും പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒട്ടൊരു ഭൗതിക നേട്ടം സുഖലോലുപരായതുകൊണ്ട് നിങ്ങൾ ജയിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ച് ഭൗതികമല്ല, ആത്മീയമാണ് മെയിൻ. അതുകൊണ്ട് ഞങ്ങൾ അതും കണക്കാക്കുന്നില്ല. അതാണ് അതുകൊണ്ട് പോലെ. എന്നിട്ട് പോലും നിങ്ങൾ ആവശ്യമില്ല ഒക്കെ ബില്ലിൽ നിങ്ങൾ ഇടപെട്ടില്ലേ? അതൊക്കെ ഇപ്പം ടിപ്പുവിൻ്റെ എതിര് പറഞ്ഞാൽ ടിപ്പു സുൽത്താനെ, ടിപ്പുവിനെ ഒരു ബ്രിട്ടീഷ് പട്ടാളം വന്ന് വെടിവെച്ച് കൊന്നല്ലോ. അത് ഒറ്റ കൊടുത്താരെന്നറിയോ? പുള്ളി ഏറ്റവും അടുത്ത അളിയനാണ്. ഇന്ന സമയത്ത് നമസ്കരിക്കുമ്പോൾ വാള് അഴിച്ചു വയ്ക്കും. ആ സമയത്ത് ആക്രമിക്കുക എളുപ്പമെന്ന് പറഞ്ഞ് ആ സമയത്താണ് അക്കം വെച്ചത്, അല്ലെങ്കിൽ വാളുണ്ടായില്ല. ഭക്ഷണം കഴിക്കാൻ പോലും പുള്ളി വാള് അഴിച്ചു വയ്ക്കില്ല, പക്ഷേ നമസ്കരിക്കും വാള് പറ്റും. എന്നിട്ട് ആ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തടോ? സഭയെ ടിപ്പുവിനെ കൊന്നു ശേഷം ആദ്യമായിട്ട് കൊന്നു പിന്നെ അളിയനെയാണ്. കാരണം സ്വന്തം അളിയനെ ഒറ്റ കൊടുത്ത് വഞ്ചിച്ച് നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന കഴിവേറെ മോനെ തോന്നിയിട്ടാണ് അവനെ ബ്രിട്ടീഷുകാർ കൊന്നത്. സഭക്കറിയിൽ ചരിത്രം വായിച്ചു നോക്ക്. അപ്പോൾ ക്രിസ്തീയ സമുദായങ്ങൾ മുസ്ലിങ്ങളെ പറ്റിക്കൽ, പിന്നെ ഹിന്ദുക്കളെ പറ്റിക്കൽ എന്തുറപ്പും? അവരും ബുദ്ധിയുള്ളവരുണ്ടല്ലോ. എല്ലാം മണ്ടന്മാരാണ് അധികം, സംഘപരിവാരം അധികം മണ്ടന്മാരാണ്. പക്ഷെ ബുദ്ധിയുള്ളവരുണ്ട്, സംശയമില്ല കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ കൂട്ടി പോകും. മുസ്ലിം സമുദായം നിങ്ങൾ തമ്മിൽ മുട്ടാതെ പാല് തേക്കായിട്ട് പോകണം. ഒരിക്കലും നിങ്ങൾ ഇവരെ എതിർക്കാൻ വരരുത്, മറിച്ച് അങ്ങോട്ടും വരരുത്. അപ്പോൾ നമ്മൾ വീണ്ടും പറയാണ്, പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഒരു കൂട്ടം തെമ്മാടികൾ, മുസ്ലിം നാമധാരികൾ തെമ്മാടികൾ ജാഥ അയച്ചത് തെറ്റന്നെ, അത് സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ സാറിൻ്റെ പ്രൊഫസറിൻ്റെ കൈ വെട്ടി, ഇതൊക്കെ തെറ്റന്നെ, ഒരു ന്യായം അതിലില്ല. അതിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ അന്ധമായിട്ടും പിന്നെ അസ്ഥാനത്തും ഈ സമുദായത്തിൻ്റെ പേര് മക്കത്തിയാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ സമുദായം പറഞ്ഞല്ലോ, ഈ അടുത്ത് കേരളത്തിലെ ഇലക്ഷനെ കുറിച്ച് സത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുഖ്യമന്ത്രി പിണറായി ആയിട്ട് സംസാരിക്കാൻ ഇതിന്ന് കേരളത്തിൽ 99% പേർക്കും ഭയമാണ്. പാർട്ടിക്കാർ മാത്രം പാർട്ടിയുള്ളവരും അത് എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ദേഷ്യപ്പെടുന്നറിയില്ല. ഇത് മുഖ്യമന്ത്രിക്ക് കഴിവുള്ളൊരു അധികാരമുള്ളൊരു ദേഷ്യപ്പെട്ട അപകടമല്ലേ? മുഖ്യമന്ത്രി നിസ്സാരക്കാരാണോ? അധികാരമില്ലേ? അത് ചെറിയ ദാഠ്യമുണ്ടെന്ന്. അപ്പം ഇത്തവണ LDF തോൽക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാന കാരണം, ഞാൻ ഈ മാത്യു സാമുവൽ പറഞ്ഞ് മുസ്ലിം സമുദായം N ബ്ലോക്കായിട്ട് LDFിനെ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞു പുള്ളി. പക്ഷെ അതിൽ ചെറിയ തിരുത്തുണ്ട് മാത്യു ഞാനിപ്പോൾ പറഞ്ഞതിനെ സംബന്ധിക്കാതെ ശരിയാണ്. ഞങ്ങൾ അതിനെ പറഞ്ഞിരിക്കുന്നത് 100% 97% മുസ്ലിങ്ങളും UDFിന് വോട്ട് ചെയ്യും. 3% നാമധാരികൾ, മുസ്ലിം നാമധാരികൾ മാത്രമാണ് LDFിന് വോട്ട് ചെയ്യുള്ളൂ. അതിലൊന്നും സംശയമൊന്നുമില്ല, ശരിയാണ്. അങ്ങനെ ചെയ്യുകയും ചെയ്യണം, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ മാത്രമല്ല,
കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പിണറായി വിജയൻ നയിക്കുന്ന പാർട്ടി ഇത്ര വോട്ട് ചെയ്യില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ യഥാർത്ഥ ആദർശവാദികൾ, അല്ലാത്ത കൂടെ നിൽക്കുന്ന ശില്പത്തികളില്ല. എന്താ കാരണം? കമ്മ്യൂണിസ്റ്റ് തകർന്നു പോകും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് തകരാതിരിക്കണമെങ്കിൽ ഇത്തവണ LDF പ്രതിപക്ഷത്താകണം. ഞങ്ങൾ ഇതിനെ പറഞ്ഞു, LDF നിലനിൽക്കാത്ത നാടിനാപത്താണ്. അപ്പോൾ ഇത്തവണ LDF നിലനിൽക്കണമെങ്കിൽ ഇത്തവണ UDF ജയിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കഴിയുന്നു UDF വോട്ട് ചെയ്യും. UDF എല്ലാം തിരിഞ്ഞ ആൾക്കാരൊന്നുമില്ല, അവിടേക്ക് ഒരുപടി പോരായിക്കേണ്ട, അതൊക്കെ തിരുത്താൻ നമുക്ക് എന്ന് പറയാം. ഇതാണ് മാത്യു സാമുവൽ പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ശരിയായി വരാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നാളെ രാവിലെ തന്നെ നിങ്ങൾ ചെന്ന് മറ്റെന്തൊക്കെ പോരായി കണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും LDF നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ പിണറായി വിജയനോട് LDF എതിർപ്പുണ്ടായിട്ടില്ല, നിലനിർത്താൻ വേണ്ടി നിങ്ങൾ UDF വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ഒരു കാലഘട്ടത്തിന് അനിവാര്യതയാണ്, അല്ലെങ്കിൽ അത് അപകടമാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന രീതിയോ ചെയ്യുന്ന അടുത്തോ ഒന്നും അല്ല മുഖ്യമന്ത്രി നടത്തിയത്. കാരണം മുഖ്യമന്ത്രി യാത്ര പോയപ്പോൾ കണ്ട് എത്രയോ വണ്ടികളും എന്ത് സന്നാവും ലിഫ്റ്റുള്ള ബസ്സൊക്കെ ആയതല്ലോ. ഇപ്പോൾ രാഷ്ട്രീയ പ്രചരണത്തിന് നിയമത്തലത്തെ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ധർമ്മടത്ത് ചെല്ലുമ്പോൾ ഒരു ഇതുമില്ലല്ലോ. മണ്ഡലത്തിൽ ചെല്ലുമ്പോഴേ ഇവിടെ ചെല്ലുമ്പോൾ ഒരു സെക്യൂരിറ്റിയിലോ ഒരു ലിഫ്റ്റിലോ ഒന്നുമില്ല, നടന്ന് ഒറ്റ വണ്ടിയിൽ പോയി വരുന്നില്ലേ. അപ്പോൾ അതിപ്പോൾ എന്തൊരു ധാർഷ്ട്യം കാണിച്ചു. എന്തായിരുന്നു അതിൻ്റെ ആവശ്യം? നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അക്കമ്പനിക്ക് വന്ന് നിങ്ങൾ സംരക്ഷിച്ച ഇന്നും കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. എവിടെ ചെന്നാലും ഉണ്ടാവും ഒരു സംരക്ഷിക്കും. പിന്നെ നിങ്ങൾ ആവശ്യത്തിന് കഴിഞ്ഞാൽ പോലീസ് വെച്ച്, വാഹനം വെച്ച്, ലിഫ്റ്റുള്ള ബസ് വെച്ച് എന്നുകൊണ്ട് എല്ലാം കൂടി തോന്നിയവാസം കാണിച്ചു. ധിക്കാരും അഹങ്കാരം കാണിച്ച്. അഹങ്കാരികളും ഒരിക്കലും വളർന്നിട്ടില്ല ലോകത്ത്. ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഇത്രയും ആധികാരികമായിട്ട് പറയാൻ കാരണം പബ്ലിക്ക് അത്ര കണ്ട് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ പരസ്യം കൊടുത്ത് എത്ര കോടി പരസ്യം കൊടുക്കുക, അത് തന്നെ നിങ്ങളുടെ നാശത്തിന് കാരണമാണ്. കാരണം ജനങ്ങൾ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് നടത്തിയ പരിപാടിയില്ലല്ലോ മഹാജൻ. അവസാനം ഈ ഗവൺമെൻറ് തോറ്റുപോയില്ലേ. അതിനുശേഷം ഭൂരിപക്ഷം കിട്ടുവെച്ച് നമ്മുടെ അച്യുതാനന്ദൻ്റെ ഒരിക്കൽ ഉള്ളപ്പോൾ നേരത്തെ ഒരു വർഷം മുമ്പേ ഇലക്ഷൻ വെച്ച് അത് അച്യുതാനന്ദൻ തകർത്ത് കളഞ്ഞാണ് കാലുവാരിയാണ് വേറെ കാര്യം. ഇതൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ നിങ്ങൾ ചെന്ന് UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് അവരെല്ലാം വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.